നമ്മുടെ ബിഗ് ബോസിൽ ഷാനവാസിന് ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബിഗ് ബോസ് സീക്രട്ടായിട്ട്. അതായത് നമ്മുടെ ആദിലേനെ എവിക്റ്റ് ചെയ്യുന്നതായിട്ട് പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് അവിടെ ഉള്ള എല്ലാ ആൾക്കാരെയും കൂട്ടിയിരുത്തി, അതായത് ആദില, നൂറ, അനു, അതേപോലെ അനീഷ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഷാനവാസ് അതിനകത്ത് ഇടയ്ക്കൊരു പ്രാങ്ക് കളിച്ചു. പ്രാങ്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ ഇതൊരു ഒരു എന്താ ഒരു ഫേക്ക് ആയിട്ടുള്ളതാണെന്ന്, അല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു പ്രാങ്ക് മാത്രമാണെന്ന് അക്ബറിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞത് ആദിലേനെയാണ് ബിഗ് ബോസ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ ആദിലയുടെ പേര് എല്ലാവരും പറയണമെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ ലാസ്റ്റിൽ ആദിലേനെ ഓരോരുത്തരായിട്ട് വന്ന് ചെയ്യാൻ തുടങ്ങി. ആദ്യം അനീഷായിരുന്നു, പക്ഷേ അനീഷ് അറിയാത്തതുകൊണ്ട് അനീഷ് ആര്യൻ ഇട്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറത്തെ പ്രസംഗം ഉണ്ടായിരുന്നു. ആര്യൻ വന്നിടം തൊട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ നടന്ന ടാസ്കിനകത്ത് ആര്യൻ കളിച്ചത് വരെയുള്ള കാര്യങ്ങൾ അനീഷ് പറഞ്ഞു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം പിന്നെ ആരായിരുന്നു നമ്മുടെ താരം ഷാനവാസ് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഷാനവാസിൻ്റെ ഉള്ളിൽ പറയാൻ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഷാനവാസ് പറഞ്ഞു. ഷാനവാസിന് കിട്ടിയ ഒരു അവസരമായിരുന്നു. ഷാനവാസ് അത് പാഴാക്കില്ല, നല്ല രീതിക്ക് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദിലയുടെ, നൂറിൻ്റെ അടുത്ത്. ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അവർക്കത് ഷാനവാസ് ഉള്ളിൽ തട്ടി ഒറിജിനലായിട്ട് പറയുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർക്കത് ഫേക്കായിട്ട് തോന്നിയതുമില്ല. ഷാനവാസിന് പറയാനുള്ളതെല്ലാം ഷാനവാസ് പറയുകയും ചെയ്തു. അതിനുശേഷം ആദിലയും നൂറയുമാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരും രണ്ടുപേരും നന്നായിട്ട് തിരിച്ചിട്ട് ഷാനവാസിനും കൊടുത്തു. ആദിലയും നൂറയും നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും പറഞ്ഞു. അതിനുശേഷം അനുവായിരുന്നു ഇവിടെ പെട്ടുപോയത്. അനുവിന് അട്ടർ കൺഫ്യൂഷൻ വന്നു. അനുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരെങ്കിലും പറയണമെന്ന്. പക്ഷെ അനു നൈസായിട്ട് നെവിൻ്റെ പേര് എടുത്തിട്ട്, കാരണം അനുവിനെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നതും അവിടെ ബുദ്ധിമുട്ടിക്കുന്നതും നെവിനാണ്. നെവിൻ്റെ പേര് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ ആദിലയുടെ പേര് പറഞ്ഞു. ആദിലയുടെ പേര് പറഞ്ഞിട്ട് ആദില ഇതുപോലെ എവിക്റ്റ് ആവുകയാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഡ്രാമകളും അവരുടെ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നൂറ് കരഞ്ഞൊന്നുമില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നു. അനുമോൾ ഇച്ചിരി കരഞ്ഞു. അങ്ങനെ ആദില പോകാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് തിരിച്ച് വിളിച്ച് ബിഗ് ബോസ്. അങ്ങനെ ആദില അറിഞ്ഞു അത് പ്രാങ്ക് ആണെന്നും അത് ഷാനവാസാണ് കൊടുത്തതെന്നും ഷാനവാസാണ് അതിൻ്റെ മുഖ്യധാരൻ എന്നൊക്കെ ആദില അറിഞ്ഞു. അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങൾ ഇതിനറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ പ്രാങ്കിന് ശേഷം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി നടക്കാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, അനുവിന് ഏറ്റവും വലിയ ഡൗട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ അനുവിന് എന്താണ് ഇവർ ചെയ്യാത്തത് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിക്കിട്ടി. അപ്പം അനുവിന് അന്നേരം ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ഇവരെന്താ എൻ്റെ പേര് പറയാതെ ആദിലയുടെ പേര് പറയുന്നത്, ഇവർ പറയുകയാണെങ്കിൽ എൻ്റെ പേരല്ലേ പറയേണ്ടതെന്ന് അനുവിനൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പ്രാങ്ക് കഴിഞ്ഞപ്പം അനുവിന് മനസ്സിലായി, പറയുവാണെങ്കിൽ ഇവർ എൻ്റെ പേര് തന്നെ പറയത്തുള്ളൂ. അന്നേരമുള്ള കൺഫ്യൂഷൻ അതങ്ങ് മാറി. ഇപ്പം അനുവിന് ഉറപ്പായി അനുവിനെയാണ് എല്ലാവരുടെയും ടാർഗറ്റ്, ഈ ആതിരയും നൂറയും ഒന്നും അവരുടെ ടാർഗറ്റേ അല്ലെന്ന് അനുവിന് മനസ്സിലായി. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷാനവാസിനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു ഈ ആദിലയും നൂറയും കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷാനവാസ് ലക്ഷ്മിയുടെ അടുത്ത് മിണ്ടിയതിനും അനുമോളുടെ അടുത്ത് മിണ്ടിയതിനും ഒക്കെ ഇവർ കുറ്റം പറയുക എന്ന് വിചാരിച്ച് ഷാനവാസ് പറഞ്ഞിട്ടില്ലെന്നല്ല. പക്ഷേ ഷാനവാസിനെ പറയാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? പക്ഷെ വെറും പ്രാങ്ക് ആണെന്ന് അറിഞ്ഞപ്പം എനിക്കറിയത്തില്ല എവിടെ നീ സ്നേഹമൊക്കെ പൊട്ടിമുളച്ച് വന്നെന്ന്. ഭയങ്കര കെട്ടിപ്പിടിക്കലായി, ഭയങ്കര ആങ്ങള സ്നേഹം പഴയതിനേക്കാൾ ദൃഢമായി തിരിച്ചു വന്നു. ഇതുവരെ കഴിഞ്ഞ് ഈ ഒരു ഇത് നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇല്ലാത്ത സ്നേഹം പെട്ടെന്നായിരുന്നു ഒലിച്ചിറങ്ങിയത്. ഇനി ഇതെങ്ങനെയായിരിക്കും പോകുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇവർ ഷാനവാസിനെ ഒഴിവാക്കി നല്ല വൃത്തിക്ക് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഇതെങ്ങനെ പോകും, എങ്ങനെയാകും നമുക്ക് കാണാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അനു ഒന്ന് ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടിയതിന് ആദിലയും നൂറയും ഇല്ലാത്ത പുകിലൊന്നും ഇവിടെ ഉണ്ടാക്കില്ല. നീ പണ്ട് ഷാനവാസിനെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നല്ലോ, ഇത്രയും നാളും ഷാനവാസിനെ കുറ്റം പറഞ്ഞിട്ട് നീ ഷാനവാസിൻ്റെ അടുത്ത് പോയി മിണ്ടിയില്ലേ, ഞങ്ങളോട് പിണങ്ങിയിരുന്നപ്പോൾ ചായ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് കുറ്റം പറഞ്ഞിരിക്കുകയായിരുന്നു. അതായത് അനു ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് നൂറയ്ക്കും ഷാനവാസിന് ഇപ്പം ഇഷ്ടമല്ല. അതുകൊണ്ട് അനു മിണ്ടരുത്, എന്തിനു മിണ്ടി എന്നൊരു ക്വസ്റ്റ്യൻ. ഈ ആദിലയും നൂറയും കഴിഞ്ഞ ദിവസം വരെ അക്ബറിൻ്റെ കുറ്റം പറഞ്ഞിരുന്നിട്ട് പോകാൻ നേരം അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് പെട്ടെന്ന് ആ ഇഷ്ടം ഒലിച്ചിറങ്ങിയെന്ന്. എന്തായാലും അക്ബർ, ആര്യൻ എന്നിവരുടെ അടുത്തോട്ടൊക്കെ ആദിലയും നൂറയും നൈസായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു പിടിവള്ളിയാണ്. കാരണം അനുവിൻ്റെ അടുത്തുനിന്ന് ഇവരെ മാറ്റി നിർത്താനും അനുവിനെ ഒറ്റപ്പെടുത്താനും അറ്റാക്ക് ചെയ്യാനും ആദിലയും നൂറയും മാറ്റേണ്ടത് അവർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആദിലയും നൂറേനെയും ഇപ്പോൾ ആദില മോഷ്ടിച്ചിട്ട് പോലും അക്ബറിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അനു ചെയ്തത് അതിനേക്കാട്ട് വലിയ തെറ്റാണ്. അക്ബറിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
പക്ഷേ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം അക്ബറിൻ്റെ അടുത്തും വന്നു. അപ്പം ഷാനവാസും അക്ബറും നേർക്ക് നേർ കോൾഡ് വാറുള്ള ആൾക്കാരാണ്. അത്ര നേരിട്ട ഇഷ്ടങ്ങളൊന്നും ഒരുപാടില്ല. അപ്പം അതിലേക്ക് നൂറയ്ക്ക് ഇപ്പോൾ ഷാനവാസിനോട് നിൽക്കണം, അക്ബറിൻ്റെയും കൂടെ നിൽക്കണം. അപ്പോൾ അവരുടെ ഗെയിമിന് എങ്ങനെ പോകും നമുക്ക് നോക്കാം. എല്ലാത്തിനേക്കാട്ടും പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ഈ വ്യക്തിയോട് ഷാനവാസിന് എന്ത് മറുപടി പറയും? ബെസ്റ്റ് ഫ്രണ്ട്, കൂട്ടുകാരൻ, ഒരുമിച്ചിരുന്ന് കഥ എഴുതുക, തിരക്കഥ എഴുതുക, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനൊരു സീക്രട്ട് ടാസ്ക് വന്നിട്ട് തൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന് വിലപിക്കുകയാണ്. നാട്ടുകാരോടോ ബിഗ് ബോസിനോടോ ഒക്കെ എന്തൊക്കെയോ ഇരുന്ന് ആ കോർണറിലിരുന്ന് പറയുന്നുണ്ട്. ഷാനവാസുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അട്ടർ ഫേക്ക് ആയിരുന്നു ഷാനവാസ് എന്ന് വീണ്ടും 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 ഒരു എന്താ പറയുക, ഇങ്ങനെ ആവർത്തിച്ച് ഒരു വിരസതയില്ലാതെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഷാനവാസ് നമ്മുടെ അനീഷിൻ്റെ അടുത്തോട്ട് മുങ്ങി നടക്കുകയാണ്. അപ്പം ഷാനവാസൊക്കെ ഇനി ആറ് കൂട്ട് പിടിക്കും. അനീഷ് ഇനി ഷാനവാസിനോട് മിണ്ടുവോ? അനീഷിൻ്റെ ഗെയിമിനി എങ്ങനെയായിരിക്കും ഷാനവാസിനെ ഒഴിവാക്കി കളിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. എല്ലാത്തിനും പുറമെ ഇത്രയും നാൾ അക്ബർ, ആര്യൻ ഒക്കെ ആദില നൂറയുടെ ശത്രുക്കളായിരുന്നു. അപ്പം നമ്മുടെ അനുവും ആദില നൂറയും ബെസ്റ്റ് ഫ്രണ്ട്സുമായിരുന്നു. പക്ഷേ ഈ ഒരു എവിക്ഷനിലൂടെ മനസ്സിലായി ആദിലയ്ക്കും അക്ബറിനും ഒക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതവരുണ്ടാക്കിയെടുത്തതാണോ എന്താണെന്നറിയത്തില്ല. അക്ബറിനൊക്കെ ആദില നൂറയൊക്കെ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ അത് വീണ്ടും എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നെവീനും നമ്മുടെ സാബുമാനും നമ്മുടെ അതുപോലെ ആര്യനോടും ഒക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പം അനുവിന് അതൊരു അടിയാണ്. കാരണം അനുവിൻ്റെ ഫ്രണ്ട്സാണ് ഇവർ, എങ്കിൽ പോലും ഇവരാരും ഇപ്പം അക്ബറിൻ്റെ എതിരല്ല. അപ്പം അതിലേക്ക് നൂറയ്ക്കും അക്ബർ, ആര്യൻ ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാണ്. അനു അപ്പം പലയിടത്തും ഇനി ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അനുവിൻ്റെ നാക്ക് അനുവിനെ മിണ്ടാതിരിക്കാൻ സമ്മതിക്കത്തില്ല. അനു എപ്പോഴും ഇങ്ങനെ ഇപ്പം തന്നെ അക്ബറിനെ പറഞ്ഞിരിക്കുന്ന പോലത്തുള്ള വുമൺ കാർഡ് ഇറക്കി അനാവശ്യ കാര്യങ്ങളൊക്കെ ചില സമയത്ത് അനുവിൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിലാണോ അനു മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നറിയത്തില്ല, അത് വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ആദില നൂറ് കൂട്ടി നിൽക്കത്തില്ല. എന്നാൽ ആദില നൂറ് ഭയങ്കര റിയലായിട്ട് അനുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അതെന്ന് ചോദിച്ചാൽ എനിക്കും കൺഫ്യൂഷനാണ്. അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് അനുവിൻ്റെ അടുത്ത് ഉണ്ടെന്ന്. ആദില നൂറെ സംബന്ധിച്ച് അപ്പം കാണുന്നവനെ അച്ഛാ എന്ന് വിളിക്കുന്ന സ്വഭാവം എന്ന് പറയേണ്ടി വരും. കാരണം ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ വന്ന് ആരെ ഫയർ ചെയ്യുന്നു, അടുത്ത ആഴ്ച ആദിലയുടെ നൂറയുടെ ശത്രുക്കളാണ് അവർ അടുത്തുനിന്ന് നൈസായിട്ട് ആദില നൂറ് ഒഴിയും. അത് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പം വരെയും അങ്ങനെയാണ്. അനു മാറി കളിക്കുന്നത് തന്നെയാണ് അനു നല്ലത്. പക്ഷെ അനുവിൻ്റെ മര്യാദയ്ക്കാണെങ്കിൽ അനുവിന് കൊള്ളാം, അതർവൈസ് നല്ല പണിയിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നാളത്തെ എപ്പിസോഡിൽ അനുവിന് ഇപ്പോൾ ഓൾറെഡി ഉറപ്പായി കഴിഞ്ഞു ലാലേട്ടൻ വന്ന് കുടയുമെന്നും അനുവിനറിയാം. ഒരിക്കലും ആദില നൂറൊന്നും അനുവിൻ്റെ കൂടെ നിൽക്കത്തില്ലെന്ന് അനുവിന് നന്നായിട്ടറിയാം. അനുവിന് അതിൻ്റെയുള്ള ടെൻഷൻ നല്ല വൃത്തിക്കുണ്ട്. അനു അതിൻ്റെ ഓർത്തിട്ട് നല്ലപോലെ അവിടെ ഈ ഒരു പ്രാങ്ക് കഴിഞ്ഞതിന് ശേഷം അനുവിന് മനസ്സിലായി അനുവാണ് അവിടെ പിന്നെ അനീഷ് ആദില നൂറൊക്കെ ഇവരുടെ ഫ്രണ്ടായി, ഇവരുടെ ഇതായി, റിയലായി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞവരെല്ലാം ഒരുമിച്ചായി. അപ്പം അനു ആണെങ്കിൽ ആകെപ്പാട് ഒരു കൺഫ്യൂഷനിലും ഇതിലുമൊക്കെയാണ്. കാരണം ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടരുത്, ഷാനവാസിൻ്റെ അടുക്കരുതെന്ന് കുറച്ച് നേരം മുന്നേ അതിലെ നൂറയും കൂടെ അനുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഇത് പ്രാങ്ക് ചെയ്താന്ന് പറഞ്ഞപ്പം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനം. അപ്പം അനു ആകെപ്പാടെ കൺഫ്യൂസ്ഡാണ്. നെവീനും ഇതൊക്കെ നോട്ട് ചെയ്ത് നടപ്പുണ്ട്. നെവിനൊന്നും മിണ്ടുന്നില്ല, പക്ഷെ നോട്ട് ചെയ്ത് നടപ്പുണ്ട്. പിന്നെ ഗെയിം മാറാത്തതൊക്കെ ലക്ഷ്മിയുടെയാണ്. ലക്ഷ്മിക്ക് പിന്നെ ഒറ്റയ്ക്ക് കളിക്കാമെന്ന് പറയും. ഈ അനുവിൻ്റെ അടുത്തൊക്കെ ഓവറായിട്ട് ചെന്ന് മിണ്ടും, എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കും. സമയമാകുമ്പോൾ അനുവിൻ്റെ കാല് വാരും അങ്ങ്. അത് അനു ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, എല്ലാവരുടെ അടുത്തും പോയി ലക്ഷ്മി വേണ്ടി കാല് വാരും. സാബുവൻ ഇപ്പം കംപ്ലീറ്റ്ലി അനുവിന് എഗെയിൻസ്റ്റായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ പ്രാങ്കോട് കൂടി ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കളികൾ മാറും. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും റിയലൈസ് ചെയ്തു, സ്നേഹം മനസ്സിലാക്കി, ആരൊക്കെ ആരുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അനീഷ്, അനുമോള്, പിന്നെ ലക്ഷ്മി ആരുടെയും കൂടെയല്ല. ലക്ഷ്മി ഇങ്ങനെ സ്വന്തമായിട്ട് മാറി നിൽക്കുക. സാബുമൻ അനുവിൻ്റെ എഗെയിൻസ്റ്റ് ആണ്, മറ്റുള്ളവരുടെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം ഈ ഷാനവാസും അക്ബറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ആദില നൂറ രണ്ടുപേരുടെ അടുത്തും ഇനി ഒരേപോലെ എങ്ങനെ പോകും, അനുവിനെ അവരിൽ നിന്ന് അവരുടെ കൂടെ നിർത്തിയിട്ട് എങ്ങനെ മാനേജ് ചെയ്യും, ഇതൊക്കെയാണ് നമുക്കിനി കാണാൻ കിടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ക്രൂഷ്യലാണ്. അനുവിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇവളുമാർ കാല് വാരുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതി കാല് വാരുന്നെന്നുള്ളത് അനുവിന് ഏകദേശം ഒരു ഐഡിയ ഇപ്പം കിട്ടിക്കാണും. അപ്പം അനുവിൻ്റെ ആ വാക്കുകൾ വായിക്കാത്തുനിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ഒഴിവാക്കി മര്യാദയ്ക്ക് അനു കളിച്ച് പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്കാർ മറക്കും. എത്രത്തോളം മറക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. മീൻസ് കുറച്ചെങ്കിലും അനു ഇങ്ങനത്തെ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി കളിച്ചാൽ എവിടെയെങ്കിലും എത്താൻ പറ്റും. അതേപോലെ അനീഷിൻ്റെ കാര്യം എനിക്കറിയില്ല. അനീഷ് ഇപ്പോൾ എന്തൊക്കെയോ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഷാനവാസിൻ്റെ അടുത്തൊരു വിഷമം തോന്നിക്കാണും, ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കൂടെ കൂട്ടിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കളികളൊക്കെ നമുക്ക് ഇനി ഇരുന്ന് കാണണം എങ്ങനെയാണ് വരുന്നതെന്ന്. എന്തായാലും പ്രമോ വന്നിട്ടുണ്ട്, ലാലേട്ടൻ അനുവിനെ കുടയാൻ തുടങ്ങിയിട്ടുണ്ട്.